ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. ഇന്നലെ വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പുറപ്പെടുവിപ്പിച്ചിരിക്കുന്ന 11 ഫെബ്രുവരി 2025 ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. UGC കെയർ ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് UGC കെയർ ലിസ്റ്റ് നിരോധിക്കുന്നു. നമുക്കറിയാം UGC കെയർ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? UGC കെയർ ലിസ്റ്റിലുള്ള കുറച്ച് ജേണലുകളുടെ ലിസ്റ്റാണ്. ഏതൊക്കെയാണ് UGC അംഗീകൃത ജേണലുകൾ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ലിസ്റ്റാണ് UGC കെയർ ലിസ്റ്റ്. അതിന് മുകളിൽ അംഗീകൃതമായിട്ടുള്ളതിന് സ്കോപ്പസ് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ UGC കെയർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ PhD കാലഘട്ടങ്ങളിലും നമുക്ക് പേപ്പർ പബ്ലിക്കേഷൻസിന് മൂല്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറേറ്റ് നേടിയതിന് ശേഷവും നമ്മുടെ കരിയർ പ്രോസ്പെക്റ്റിലേക്ക് നമ്മൾ കോളേജുകളിലേക്കും മറ്റ് നമ്മളെ കരിയർ ഓപ്പർച്യൂണിറ്റികളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ആസ് എൻ അക്കാഡമീഷ്യൻ, ആസ് എ ഫാക്കൾട്ടി നമ്മളുടെ പ്രൊഫൈലിനെ ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ആയിട്ട് കാണിക്കുന്ന എലമെന്റ് ആണ് നമ്മളുടെ പബ്ലിക്കേഷൻസ്. അതും UGC കെയർ ലിസ്റ്റിലുള്ള ജേണൽസിൽ നമ്മൾ നടത്തിയിരിക്കുന്ന പബ്ലിക്കേഷൻസുകൾ, പേപ്പറുകൾക്കാണ് വാല്യൂ കൂടുതൽ. അപ്പൊ ഇവിടെ UGC കെയർ ലിസ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് എന്തായിരുന്നു? സെലക്ടഡ് നമ്പർ ഓഫ് ജേണൽസ് ആയിരുന്നു, അല്ലെ? ഈ ജേണലുകളെയാണ് നമ്മൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് UGC കെയർ ലിസ്റ്റിലുള്ള ജേണലുകൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? UGC കെയർ ലിസ്റ്റ് UGC ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് ബാക്കി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ 11 ഫെബ്രുവരി 2025 ഇന്നലെയാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ എന്താണ് പറയുന്നത്? ഇൻ സൂപ്പർ സെഷൻ ഓഫ് ദ പബ്ലിക് നോട്ടീസ് ഡേറ്റഡ് 28 November 2018 ഫോർ എസ്റ്റാബ്ലിഷിംഗ് UGC Consortium for Academic and Research Ethics, UGC CARE. The Commission in its 584th meeting held on 3rd October 2024, based on the recommendations of an expert committee, has decided to discontinue UGC CARE listing of journals and develop suggestive parameters for choosing peer-reviewed journals. അല്ലെ? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3rd October 2024 എന്താണ്? 3rd October 2024 UGC കെയർ ലിസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളതായിരുന്നു. അതിന് സജസ്റ്റീവ് പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ UGC കെയർ ലിസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ UGC കെയർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജേണൽസിന്റെ പേരുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എടുത്തു കളയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഭാവിയിൽ എന്തെല്ലാം പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വാലിഡ് ജേണലാണ് ഇത് എന്ന് പറയുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഈ ഡോക്യുമെന്റിനൊപ്പം UGC നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാരാമീറ്റേഴ്സിനെ പറ്റിയും ഈ UGC കെയർ ലിസ്റ്റിനെ പറ്റിയുമുള്ള ഈ തീരുമാനങ്ങളിൽ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള അവസാന തീയതി 25 ഫെബ്രുവരി 2025 ആണെന്നും ഇതില് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ? journal@ugc.gov.in എന്ന് പറയുന്ന ഈ മെയിലിലേക്ക് നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് അയക്കാനുള്ള ഒരു അവസരവും കൂടെയാണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ UGC പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അക്കാഡമിക് ഫ്യൂച്ചറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളെ പേപ്പേഴ്സ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ജേണലിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുന്നതിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആയിരുന്നു UGC കെയർ ലിസ്റ്റ്. UGC കെയർ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ റദ്ദ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്കിനി എന്താണ് ഇതിനുള്ള ബദൽ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ UGC കെയർ ലിസ്റ്റിന് പകരം ഒരു ജേണലിന്റെ മൂല്യത്തെ നിർണ്ണയിക്കാൻ ഉപയോഗിക്കേണ്ട പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ഈ PDF അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് നോട്ടിഫിക്കേഷന്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാനുള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? സജസ്റ്റീവ് പാരാമീറ്റേഴ്സ് പല ക്രൈറ്റീരിയ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ജേണൽ പ്രിലിമിനറി ക്രൈറ്റീരിയ, അതിനുശേഷം എഡിറ്റോറിയൽ ബോർഡ് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ അടുത്തത് ജേണൽ എഡിറ്റോറിയൽ പോളിസി, ജേണൽ ക്വാളിറ്റി ക്രൈറ്റീരിയ, കോണ്ടന്റ് ബേസ്ഡ്,
പാരാമീറ്റർ, ജേണൽ സ്റ്റാൻഡേർഡ് പാരാമീറ്റർ, റിസർച്ച് എത്തിക്സ് പാരാമീറ്റർ, എന്താണ് ജേണൽ ഇമ്പാക്ട് ക്രൈറ്റീരിയ, ജേണൽ വിസിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള എന്താണ് പാരാമീറ്റേഴ്സ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഈ പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ജേണൽസിന്റെ മൂല്യം നിർണ്ണയിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ജേണലിൽ തന്നെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളൊരു ജേണലിനെ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റേഴ്സ് ആണ് ഇവയൊക്കെ. സജസ്റ്റീവ് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ജേണലിന്റെ ടൈറ്റിൽ, ISSN നമ്പർ, പ്രിന്റ് ആൻഡ് ഓർ ഓൺലൈൻ ആണോ, നമുക്ക് ISBN നമ്പറുകൾ ബുക്കുകൾക്ക് ഉള്ളതുപോലെ തന്നെ ISSN നമ്പറുകൾ എന്തിനുണ്ട്, ജേണൽസിനുണ്ട്. പീരിയോഡിസിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി, എത്രത്തോളം എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന ജേണലാണ്, എന്താണ് ബൈ വീക്ക്ലി ആണോ, അങ്ങനെയുള്ള എത്രയാണ് പീരിയോഡിക്കൽ, എത്ര പീരിയോഡിക്കലി റിപ്പീറ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ജേണലാണിത്. കോണ്ടാക്ട് ആൻഡ് പബ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ട്രാൻസ്പെറന്റ് റിവ്യൂ പോളിസി, വെബ്സൈറ്റ് ഓൺ എ സർട്ടിഫൈഡ് ഡൊമൈൻ, ഓപ്പൺ ആക്സസ് ഓർ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പോളിസി, ഇന്റഗ്രേഷൻ വിത്ത് നാഷണൽ ഓർ ഇന്റർനാഷണൽ റെപ്പോസിറ്ററീസ്, ആർക്കൈവൽ പോളിസി എന്നീ പോളിസികളെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജേണലുകളുടെ എന്താണ് ഇമ്പാക്ട് അല്ലെങ്കിൽ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നിർണ്ണയിക്കുന്നത്. അതുപോലെ നിർണ്ണയിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് എഡിറ്റോറിയൽ ബോർഡ് ക്രൈറ്റീരിയ. എഡിറ്റോറിയൽ ബോർഡ് ക്രൈറ്റീരിയക്കകത്ത് ആരൊക്കെയാണ് എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകൾ, നെയിംസ്, അഫിലിയേഷൻസ്, പിന്നെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സിന്റെ എക്സ്പെർട്ടീസ്, എത്രത്തോളം അവർ എക്സ്പേർട്ട് ആണ് എന്നുള്ള കാര്യം, എഡിറ്റോറിയൽ ബോർഡ് കോമ്പോസിഷൻ, എന്തെല്ലാം തരം ആളുകളാണ് എഡിറ്റോറിയൽ ബോർഡിലുള്ളത്, അതുപോലെ തന്നെ എഫിഷ്യന്റ് എഡിറ്റോറിയൽ റിവ്യൂ പ്രോസസ്, എങ്ങനെയാണ് അതിലെ പിയർ റിവ്യൂ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജേണൽ എഡിറ്റോറിയൽ പോളിസി, എന്തൊക്കെയാണ് അതിന്റെ എഡിറ്റോറിയൽ പോളിസി, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ്, സബ്ജക്ട് ഏരിയാസ്, ആർട്ടിക്കിൾ പ്രോസസിംഗ് ചാർജസ്, പബ്ലിഷിംഗ് ടൈം ലൈന്, അക്സെപ്റ്റൻസ് റേറ്റ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ അത് വാല്യൂ ചെയ്യുന്നത്. എത്രത്തോളമാണ് അവരുടെ അക്സെപ്റ്റൻസ് റേറ്റ്, എന്താണ് ഒരുപാടധികം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടുത്തെ ക്വാളിറ്റി കുറയും. പക്ഷേ അക്സെപ്റ്റൻസ് റേറ്റ് എങ്ങനെയാണ്, എത്രത്തോളം ആണ് അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് മൂല്യം നിർണ്ണയിക്കപ്പെടുന്നു, ജേണലിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ജേണലിന്റെ എയിം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, സ്കോപ്പ് എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നു. ഏതൊക്കെ സബ്ജക്ട് ഏരിയാസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതും കണക്കിലെടുക്കുന്നു. ആർട്ടിക്കിൾ പ്രോസസിംഗ് ചാർജസ്, എത്രത്തോളം ചിലവ് വരുന്ന പ്രോസസ്സാണ് ഇതിന്റെ പ്രോസസിംഗ് ചാർജസ് എന്നുള്ളതെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, പബ്ലിഷിംഗ് ടൈം ലൈനും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ വാല്യുവേഷൻ പ്രോസസ്സ് മുമ്പോട്ട് പോകുന്നത്. ജേണൽ ക്വാളിറ്റി ക്രൈറ്റീരിയ, കോണ്ടന്റ്, അക്കാഡമിക് കോൺട്രിബ്യൂഷൻ, എങ്ങനെയാണ് മോട്ടിവേഷൻ, അഡ്വാൻസ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് ആപ്ലിക്കബിലിറ്റി ഓഫ് പോളിസി മേക്കിംഗ് എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി അക്കാഡമിക് സർക്കിൾസിലേക്ക് നൽകുന്ന ഒന്നായിരിക്കണം ഈ ജേണലിലെ ആർട്ടിക്കിൾസ്. കൺഫേമിറ്റി ടു ജേണൽ സ്കോപ്പ്, എന്താണ് എയിംസിനും ഒബ്ജക്റ്റീവ്സിനും സ്കോപ്സിനും അലൈൻഡ് ആയിട്ടുള്ള എന്താണ് നേച്ചർ ആയിരിക്കണം എന്തിലെ കണ്ടന്റിന് വേണ്ടത്, ഈ ജേണലിലെ കണ്ടന്റിന് വേണ്ടത്. അതുപോലെ തന്നെ ജേണലിന്റെ സ്റ്റാൻഡേർഡ്സ്, ബിബ്ലിയോഗ്രാഫിക് ഡേറ്റ ആൻഡ് ലിറ്ററേച്ചർ സൈറ്റേഷൻ, എത്രത്തോളമാണ് അതിന്റെ റെഫറൻസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളത്, എന്താണ് വിഷ്വൽസും സപ്ലിമെന്ററി മെറ്റീരിയൽസും എത്രത്തോളം ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇൻഫോഗ്രാഫിക്സ് ആൻഡ് എക്സിബിറ്റ്സിൽ വരുന്നു. എന്താണ് റെപ്യൂട്ടബിൾ ഡാറ്റാബേസസിൽ എന്താണ് സൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റാബേസുകളിൽ നിന്ന് സൈറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആണോ ഇതിലുള്ളത് എന്നുള്ളത് സൈറ്റേഷൻ റെക്കോർഡ് നോക്കുന്നു. അതുപോലെ തന്നെ പ്രിന്റ് കണ്ടിന്യൂം, ഓൺലൈൻ അവൈലബിലിറ്റി, ക്വാളിറ്റി ഓഫ് വെബ്സൈറ്റ്, മൾട്ടി ലിംഗ്വൽ അവൈലബിലിറ്റി, ഇത്രയും കാരണങ്ങളൊക്കെ എവിടെ വരും, ജേണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ പാരാമീറ്ററിൽ വരുന്നു. റിസർച്ച് എത്തിക്സ്, എന്താണ് ഇതിലെ ഓതേഴ്സിന്റെ എത്തിക്കൽ ഗൈഡ് ലൈൻസ് എന്നുള്ളത്, പ്ലേജറിസം എത്രത്തോളം പ്രിവെന്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ, എന്താണ് നോ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഗവേണൻസ്, എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ്, റിവ്യൂവേഴ്സ് ആൻഡ് ഓതേഴ്സ്, എനി പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. കണ്ടോ, അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ എത്രത്തോളം എഡിറ്റോറിയൽ ബോർഡും ഗവേണൻസും പിയറും തമ്മിൽ ഉണ്ട് എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ വാല്യൂ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ AI ജനറേറ്റഡ് കണ്ടന്റ് പോളിസി, എന്താണ് യൂസ് ഓഫ് AIക്ക് കറക്റ്റ് ഡിഫൈൻഡ് ആയിട്ടുള്ള പോളിസി ഉള്ള ജേണലുകൾ. അതുപോലെ തന്നെ ജേണൽ വിസിബിലിറ്റി, എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ് ഈ ജേണല്, എന്താണ് ഇൻഡെക്സേഷൻ ആൻഡ് റെപ്യൂട്ടഡ് ഡേറ്റാബേസ്, എന്താണ് റിനൗണ്ട് ഡേറ്റാബേസുകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ജേണൽ ആയിരിക്കും ഇത് എന്നുള്ള കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, പാരാമീറ്റേഴ്സ് ഫോർ
ഐഡന്റിഫൈയിങ് ദ ടോപ്പ് ലിറ്റററി ജേർണൽ എന്നുള്ള ഒരു ഫാക്ടറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ജേർണൽ ഇമ്പാക്ട് ക്രൈറ്റീരിയ ഷുഡ് ബി എന്താണ്, സെൽഫ് സൈറ്റേഷൻ സ്കോർ ഷുഡ് ബി വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് റേഞ്ച് കമ്പയർഡ് ടു പിയർ ജേർണൽസ്. കണ്ടോ, സെൽഫ് സൈറ്റേഷൻ സ്കോർ എത്രത്തോളമാണ്, അതുപോലെ തന്നെ ടോട്ടൽ സൈറ്റേഷൻ റേറ്റ് എത്രത്തോളം ഈ ജേർണലിൽ നിന്ന് സൈറ്റേഷൻ നടക്കുന്നു എന്നുള്ളതിന്റെ സ്കോർ, സൈറ്റ് സ്കോർ എത്രത്തോളമാണ് എന്താണ് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമ്മളുടെ ജേർണലിൽ നിന്നുള്ള സൈറ്റേഷൻസ് വെളിയിലേക്ക് പോകുന്നത് എന്നുള്ളതിന്റെ സ്കോർ എല്ലാമാണ് ജേർണൽ ഇമ്പാക്ട് ക്രൈറ്റീരിയ. എത്രത്തോളമാണ് ഇതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ സൈറ്റേഷനിലൂടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്നുള്ളതിനെ വാലുവേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള സജഷൻസ് കൂടെ നൽകിയിട്ടുള്ളതാണ്. ചോയ്സ് ഫോർ പിയർ റിവ്യൂഡ് ജേർണൽ യൂസിംഗ് ദ എബോവ് പാരാമീറ്റേഴ്സ് faculty members and students may choose peer reviewed journals tailored to their specific disciplines and research focus areas for publishing their research works. ഇത്രത്തോളം പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്ത് അതിനെ വാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫാക്കൽറ്റി മെമ്പേഴ്സും സ്റ്റുഡൻസും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണൽസ്, അവരുടെ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യേണ്ട ജേർണൽസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Higher education systems, institutions may establish internal committees to fine-tune the above suggested parameters from time to time as needed in their specific cases to ensure they continue to meet the quality standards and to align with the institute's academic and research goals. അങ്ങനെ എന്താണ്, ഈ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുക മാത്രമല്ല, അതിലുപരി എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഒരു സജഷൻ കൂടി നൽകിയിരിക്കുകയാണ്. ഇന്റേണൽ കമ്മിറ്റീസ് രൂപീകരിക്കുക. ഈ പിയർ റിവ്യൂഡ് ജേർണൽസിന്റെ ഇത്രയും എന്താണ് ക്വാളിറ്റി അഷ്വേർഡ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും പാരാമീറ്റേഴ്സ് സജസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്തുകൊണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്ന ഒന്നിൽ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസും ഫോളോ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ജേർണൽസ് എന്നുള്ളത് ഉറപ്പുവരുത്തുവാനും അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുവാനും വേണ്ടിയിട്ട് ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്താണ് പേപ്പേഴ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ആസ് ബീങ് അക്കാഡമീഷ്യൻസ് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി നമ്മൾ റിസർച്ച് വർക്കുകളും നമ്മളിപ്പോ ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ എന്താണ് ആസ് എ ഫാക്കൽറ്റി നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും ഇഫ് വി ആർ ഇൻ സർവീസ് നമുക്ക് പ്രൊമോഷൻ പോസിബിലിറ്റീസിനും എല്ലാത്തിനും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പേപ്പർ പബ്ലിക്കേഷൻസ്. നമ്മൾ എഴുതുന്ന പേപ്പറുകൾ അത് എവിടെ പബ്ലിഷ് ചെയ്യപ്പെടുന്നു. നേരത്തെ നമുക്ക് UGC കെയർ ലിസ്റ്റ് ഉണ്ടായിരുന്നു. UGC തന്നെ ഒരു കെയർ ലിസ്റ്റ് പ്രഖ്യാപിച്ച് ആ കെയർ ലിസ്റ്റിലുള്ള പബ്ലിക്കേഷൻസിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെതായ വാല്യൂ ലഭിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് കെയർ ലിസ്റ്റ് ഇല്ലാത്ത എന്താണ് ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും പാരാമീറ്റേഴ്സ്. ഈ പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സബ്ജക്റ്റിനും നമ്മളുടെ പേപ്പറിനും എത്രത്തോളം എന്താണ് യോജിച്ച് നിൽക്കുന്ന ഹൈ ക്വാളിറ്റി ജേർണലുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ജേർണൽ ചൂസ് ചെയ്തുകൊണ്ട് നമ്മളെ പബ്ലിക്കേഷൻസ് അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് പബ്ലിക്കേഷൻസ് നടത്തുകയും ചെയ്യുന്നതായിരിക്കും. എന്താ നമുക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു ഓപ്ഷൻ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതുപോലെയുള്ള കോണ്ടന്റിന് വേണ്ടിയിട്ടും ഏറ്റവും പെട്ടെന്നുള്ള UGC നെറ്റ് അക്കാഡമിക് അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റിസർച്ച് സ്കോളേഴ്സ് ആയിട്ടുള്ളവരും അക്കാഡമീഷ്യൻസ് ആയിട്ടുള്ളവരും പേപ്പറുകൾ എഴുതിക്കൊണ്ടും പബ്ലിഷ് ചെയ്തുകൊണ്ടും ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാ അക്കാഡമിക് സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. താങ്ക് യു.